ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പഴയ നിയമ പെസഹ കുഞ്ഞാട്ടിൻ്റെ രക്തത്താൽ ഇസ്രായേൽ ജനത്തിന് സംഹാരകനിൽ നിന്നുള്ളതായ വിടുതൽ ലഭിച്ചുവെങ്കിൽ, പുതിയ നിയമ പെസഹ മരണത്തിൽ നിന്നും പാപത്തിൽ നിന്നും ഉള്ളതായ വിടുതലിനെ നൽകുന്നതാണ്. പഴയ നിയമത്തിൻ്റെ പെസഹായുടെ പൂർത്തീകരണമാണ് പുതിയ നിയമ പെസഹായിലൂടെ നാം കാണുന്നത്. നിഴലായിരുന്നത് പൊരുളായി മാറ്റപ്പെട്ട ഒരു ദിവസത്തിൻ്റെ ഓർമ്മയാണ് നാം ഇന്ന് കൊണ്ടാടുന്നത്. പഴയതൊരു ഓർമ്മയായിരുന്നുവെങ്കിൽ ഇതൊരു യാഥാർത്ഥ്യമായി മാറുകയാണ്. മെസറേം മുതൽ മാളിക വരെയുള്ളതായ ഈ രഹസ്യം ഒരു നിഴലായി ശുശ്രൂഷിക്കപ്പെട്ടുവെങ്കിൽ, ആ നിഴലായിരുന്ന കുഞ്ഞാടിൻ്റെ മാംസവും രക്തവും യഥാർത്ഥ കുഞ്ഞാടിൻ്റെ മാംസവും രക്തവുമായി തീർന്നതായ സംഭവമാണ് പുതിയ നിയമ പെസഹായിലൂടെ നാം കാണുന്നത്. ഇത് കർത്താവിൻ്റെ യഥാർത്ഥ ശരീരവും രക്തവുമായി തീരുകയാണ്. ഇത് ഉപമയോ ഉപമാനമോ സിംബലോ ഒന്നും അല്ല. ഏദൻ തോട്ടത്തിൽ വെച്ച് മണ്ണുകൊണ്ടുണ്ടാക്കിയ രൂപത്തെ കർത്താവിൻ്റെ ജീവശ്വാസം എപ്രകാരം ജീവനുള്ള ശരീരമാക്കി തീർത്തോ, അപ്രകാരം പരിശുദ്ധ റൂഹായുടെ ആവാസത്താൽ അപ്പവും വീഞ്ഞും യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുകയാണ്. യേശു ക്രിസ്തുവാകുന്ന ദൈവത്തിൻ്റെ ശരീരവും രക്തവും ഇന്ന് നമുക്ക് ലഭിക്കുകയാണ്. യേശു ദൈവമായിരുന്നപ്പോൾ, യഥാർത്ഥ ദൈവമായിരുന്നപ്പോൾ എപ്രകാരം മനുഷ്യനായി ഈ ലോകത്തിൽ കാണപ്പെട്ടോ, അപ്രകാരം തന്നെ ഈ അപ്പവും വീഞ്ഞും നാം കാണുമ്പോൾ അത് അപ്പവും വീഞ്ഞുമായി കാണപ്പെടുമെങ്കിലും അത് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളായി മാറ്റപ്പെടുന്ന വലിയ അത്ഭുതം, മിസ്റ്റിക്കൽ സപ്പർ എന്നാണ് അതിനെ പറയുന്നത്. രഹസ്യാത്മകമായ അത്താഴം എന്നാണ് ഈ വിശുദ്ധ കുർബാനയിൽ ഉടനീളം, പെസഹായുടെ ദിവസത്തിൽ ഉടനീളം നാം ചൊല്ലിക്കേൾക്കുന്നത്. അതുകൊണ്ട് പഴയതിനെ മാറ്റി ഒരു പുതിയ നിയമം നമുക്ക് തന്നിരിക്കുകയാണ് ഈ പെസഹായിലൂടെ. ഈ പെസഹ ആവർത്തിക്കപ്പെടാത്തതായ ഒരു ബലിയാണ്. മെസറേനിൽ നിന്ന് മാളിക വരെയുള്ളതായ നാളുകളിൽ കുഞ്ഞാടിൻ്റെ ബലി ആവർത്തിക്കപ്പെടുന്നതായ ഒന്നാണ് എങ്കിൽ, അത് രക്തം കൂടിയുള്ളതായ ബലിയാണ് എങ്കിൽ, ഈ മാളിക മുറിയിൽ വെച്ചുള്ളതായ ഈ ബലി മൂലം അത് ആവർത്തിക്കപ്പെടുന്നില്ല, ഒരിക്കലായി അത് പൂർത്തീകരിക്കപ്പെടുകയാണ് നൽകുന്നത്. എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിക്കുവാൻ ഒന്നാമത്തേത് നീക്കിക്കളഞ്ഞു. ആ ഇഷ്ടത്തിൽ നാം യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പഴയത് ആവർത്തിക്കുന്നതാണെങ്കിൽ ഇതൊരിക്കലായി നമുക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ്. അത് വീണ്ടും
നമ്മുടെ ഓരോ ദിവസവും ഉള്ളതായ വിശുദ്ധ കുർബാനയിലൂടെ പുനർ ആവിഷ്കരിക്കപ്പെടുകയാണ്. വീണ്ടും അത് തന്നെ ആയിത്തീരുന്നതായ ഒന്നാണ്. അതുപോലെ തന്നെ ഈ ബലി പാപങ്ങളുടെ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി നമുക്ക് തമ്പുരാൻ നൽകുന്നതാണ്. പഴയ നിയമത്തിൽ അവർ പാപപരിഹാരത്തിനായി ബലി അർപ്പിച്ചു. എന്നാൽ ഇത് പുതിയ നിയമത്തിൽ ആദാമിൻ്റെ അനുസരണക്കേട് മൂലമുണ്ടായതായ പാപം രണ്ടാം ആദാമാകുന്നതായ ദൈവപുത്രൻ്റെ അനുസരണത്താൽ നീങ്ങിപ്പോവുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ കടങ്ങളുടെ മോചനവും പാപങ്ങളുടെ പരിഹാരവും എന്ന് പറയുന്നത് ആദാമ്യകുലത്തിൻ്റെ കടച്ചീട്ടിനെ കീറിക്കളയുന്നതാണ് ഈ ബലി എന്ന് പറയുന്നത്. അത് കേവലം ഒരു മനുഷ്യൻ്റെതല്ല, മറിച്ച് ആദാമ്യകുലത്തിൻ്റെ രക്ഷയാണ്. കുഞ്ഞാടിനെ തൻ്റെ രക്തത്താൽ കഴുകി തൻ്റെ കുഞ്ഞാടിൻ്റെ രക്തത്താൽ നമ്മെ കഴുകി വെടിപ്പാക്കിയതായ ആ വലിയ ബലിയാണ് ഇന്നത്തെ ബലി. ഈ ബലി നിത്യജീവനിലേക്ക് നമ്മെ നയിക്കുന്നതായ ബലിയാണ്. നമുക്ക് പഴയ നിയമത്തിലുണ്ടായിരുന്നതായ ബലി നിത്യജീവൻ നൽകുന്നതല്ല. എന്നാൽ ഈ ബലി നിത്യജീവനിലേക്ക്, എറ്റേണൽ ലൈഫ്, അത് എന്നേക്കുമുള്ളതായ ജീവൻ നമുക്ക് നൽകുന്നതാണ്. ആദാമിന് ഏദനിൽ വെച്ച് നൽകാതിരുന്നതായ ജീവവൃക്ഷത്തിൻ്റെ ഫലമാണ് മാളിക മുറിയിൽ വെച്ച് ശിഷ്യന്മാർക്ക് നൽകുന്നത്. അവിടെ പറയുന്നുണ്ട്, ഇനി ഈ ആദാം പ്രവേശിച്ച വീണ്ടും ജീവവൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കാതിരിക്കുവാൻ അവനെ പുറത്താക്കണമെന്ന് പറയുന്നുണ്ട്. അവന് നിഷേധിക്കപ്പെട്ടതായ ആ ബലിയാണ് ഇന്ന് കർത്താവ് തൻ്റെ തിരുശരീര രക്തങ്ങളിലൂടെ ആ ജീവവൃക്ഷത്തിൻ്റെ ഫലമാണ് നൽകുന്നത്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നവൻ എന്നേക്കും ജീവിക്കും എന്ന് നമ്മുടെ തമ്പുരാൻ നമ്മോട് അരുളി ചെയ്യുന്നു. വിശുദ്ധ കുർബാന ദൈവവുമായി നമ്മെ ഐക്യപ്പെടുത്തുന്നതാണ്. വിശുദ്ധ കുർബാന ദൈവവുമായി നമ്മെ ഐക്യപ്പെടുത്തുന്ന ബലിയാകുന്നു. വേർപാടുന്ന ശത്രുത്വം ഇല്ലാതാക്കിയ പിതാവാം ദൈവത്തെ മനുഷ്യരുമായി യോജിപ്പിച്ച ബലിയാകുന്നു ഈ ബലി. ആ ബലിയിലൂടെ നാം പിതാവാം ദൈവവും മനുഷ്യനും തമ്മിലുള്ളതായ ശത്രുത്വമായ മധ്യയുള്ളതായ വേലിയെ നീക്കം ചെയ്യുകയാണ്. അതുപോലെ ഈ ബലി ദൈവവുമായി കൂടിച്ചേരുന്ന കലർത്തപ്പെടുന്നതായ ബലിയാകുന്നു. ദൈവം നമ്മളിൽ ഇറങ്ങി വസിക്കുകയും നാം ദൈവത്തിലായി തീരുന്നതുമായ ബലിയാണ് ഈ ബലി എന്ന് പറയുന്നത്. ദൈവരാജ്യത്തിൻ്റെ അവകാശികളാക്കി നമ്മെ ആക്കുന്നതായ ബലിയാകുന്നു ഇത് ദൈവത്തിൻ്റെ വലിയ കരുണയാകുന്നു എന്നുള്ളതായ കാര്യം നാം ഓർക്കുക. അതുപോലെ തന്നെ ഈ ബലി നമ്മെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതായ പാലവും ശത്രുവിൻ്റെ ശക്തിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതായ പടച്ചട്ടയുമാകുന്നു ഈ ബലി എന്ന് പറയുന്നത്. ഈ ബലി സ്വീകരിച്ചിട്ടുള്ളതായ ഒരു മനുഷ്യനും ലജ്ജിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതായ കാര്യമാണ് നാം മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ ബലി നമുക്ക് നൽകിയതായ കർത്താവിനെ കുറിച്ച് പരിശുദ്ധ പിതാക്കന്മാര് പറയുന്നത്, ക്രൈസ്റ്റ് ഈസ് ആൻ എക്സെപ്ഷണൽ ബ്രൈഡ് ഗ്രൂം എന്നാണ്. ഒരു അസാധാരണ മണവാളനായിരുന്നു കർത്താവ്. ലോകത്തിൽ ഒരു മണവാളനും തൻ്റെ ശരീരവും രക്തവും തൻ്റെ മണവാട്ടിക്ക് ഭോജനമായി അല്ലെങ്കിൽ വിവാഹ സദ്യയായിട്ട് നൽകുന്നില്ല, അത് കഴിയുകയുമില്ല. എന്നാൽ യേശു എന്നതായ മണവാളൻ തൻ്റെ ശരീരവും രക്തവും തൻ്റെ മണവാട്ടിക്ക് ആഹാരമായി നൽകുന്ന ഒരു മണവാളനാണ്. ലോകത്തിൽ ഒരു മണവാളനും തൻ്റെ മണവാട്ടിക്ക്
തൻ്റെ രക്തത്തെ സ്ത്രീധനമായി നൽകുന്നില്ല. എന്നാൽ യേശു തമ്പുരാൻ തൻ്റെ രക്തം സ്ത്രീധനമായി നൽകുകയാണ്. ലോകത്തിൽ ഒരു മണവാളനും തൻ്റെ ജീവനെ തൻ്റെ മണവാട്ടിക്ക് മറുവിലയായി നൽകുന്നില്ല. എന്നാൽ യേശു തമ്പുരാൻ തൻ്റെ ജീവനെ തൻ്റെ മണവാട്ടിക്ക് മറുവിലയായി നൽകുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, യേശു തമ്പുരാൻ ഈ മണവാളൻ ഒരു അസാധാരണ മണവാളനാകുന്നു, അൻ എക്സെപ്ഷണൽ മണവാളൻ. ആ മണവാളനെയാണ് നമുക്ക് ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുമ്പോൾ പെസഹ എന്ന് പറയുന്നത് യേശു തമ്പുരാൻ നടത്തിയതായ വലിയ ഒരു കൂട്ടായ്മയാകുന്നുവല്ലോ. ശിഷ്യന്മാർ 12 പേരും യേശുവിൻ്റെ കൂടെ സഞ്ചരിച്ചവരായ ആളുകളും ചേർന്ന് മാളികയിൽ മുറിയിൽ വെച്ച് നടത്തിയതായ വലിയ ഈ പെസഹ പെരുന്നാളിൽ അവരൊന്നിച്ചു കൂടി വന്ന് അപ്പം ഭക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ പെസഹ നമ്മുടെ ജീവിതത്തിൽ ഒരു കൂടിവരവിൻ്റെ അനുഭവമായിട്ട് തീരണം. ഇന്നിവിടെ നിന്ന് ഈ പെസഹയുടെ അനുഭവം നമ്മുടെ ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കൂട്ടായ്മയുടെ അനുഭവമായിട്ട് തീരണം എന്ന് ഓർപ്പിക്കുകയാണ്. ഭവനങ്ങളിലെ കൂട്ടായ്മ നഷ്ടപ്പെടുന്നതായ ഈ കാലഘട്ടത്തിൽ സ്നേഹരാഹിത്യം നമ്മുടെ ഭവനങ്ങളിൽ കൂടുമ്പോൾ, സ്വാർത്ഥത നമ്മുടെ ഇടയിൽ കൂടുമ്പോൾ, പങ്കുവെക്കൽ ഇല്ലാതെ വരുന്നതായ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാനും സ്നേഹം പങ്കിടുവാനും വിഷമങ്ങൾ പങ്കുവെക്കുവാനും മറ്റുള്ളവർക്ക് താങ്ങായി നിൽക്കുവാനും പ്രോത്സാഹനം നൽകുവാനും ഉതകുന്ന ഒരു പങ്കുവെക്കലിൻ്റെ, ഒരു സ്നേഹത്തിൻ്റെ, ഒരു പരസ്പര സംയോജനത്തിൻ്റെ, അതുപോലെ തന്നെ സ്വയം ത്യാഗത്തിൻ്റെ അനുഭവമായി ഈ പെസഹ നമ്മുടെ ജീവിതത്തിൽ ഉളവാകുകയും അത് നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മൾ ചെല്ലുന്നതായ ഇടങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമ്പോഴാണ് പ്രിയമുള്ളവരെ ഈ പെസഹ കൂടുതൽ അർത്ഥവത്താകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവന്റെ അനുഭവത്തിൽ യേശു തമ്പുരാൻ നമുക്കായി നൽകപ്പെട്ടതായ രഹസ്യങ്ങളാകുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മറ്റുള്ളവരുമായിട്ടുള്ളതായ നമ്മുടെ ബന്ധത്തിൽ നമ്മുടെ ഈ പെസഹ ഒരു അനുഭവമായി മാറണം, പങ്കുവെക്കലിൻ്റെ അനുഭവമായി മാറണം, ത്യാഗത്തിൻ്റെ അനുഭവമായി മാറണം, കരുണയുടെ അനുഭവമായി മാറണം, സ്നേഹത്തിൻ്റെ അനുഭവമായി മാറുമ്പോൾ, കൂട്ടായ്മയുടെ അനുഭവമായി മാറുമ്പോഴാണ് പ്രിയമുള്ളവരെ പെസഹ അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത്. അതുകൊണ്ട് ഈ പെസഹ പെരുന്നാളിൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ നിത്യജീവന്റെ അനുഭവത്തിലേക്ക് വളരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.